السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. اللهم اقضِ حاجاتنا يا قاضي الحاجات. أعوذ بكلمات الله التامات من شر ما خلق. أعوذ بالله من الشيطان الرجيم. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു അകറ്റി തരട്ടെ. ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ. അനേകായിരം ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും പറഞ്ഞ് നമ്മളെ മജ്ലിസിൽ എന്നും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവർക്കും നീ സമാധാനം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഇങ്ങനെയുള്ള മജ്ലിസിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ധാരാളം ഭാഗ്യവും അനുഗ്രഹവും നൽകി നമ്മയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കൂടുതലായി ആമുഖമായി ഒന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ വെറുപ്പിക്കാതെ നമ്മളെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. വൈലാ ഹദ്റത്തി സയ്യിദിനാ വ ഹബീബിനാ വ മുൻജീനാ വ മുർശിദിനാ വ ഹാദീനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة أجمير خواجة قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة قطب العالم سيم ولي الله المدبوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة خضر عليه السلام. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سائر الأنبياء والعلماء والشهداء والزهداء والصديقين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. إن شاء الله നമ്മൾ മരണപ്പെട്ടു പോയ ആളുകളുടെ പേരിൽ ഫാത്തിഹ എല്ലാവരും ആത്മാർത്ഥമായി ഓതിക്കോളും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
ആമീൻ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ ചൊല്ലിയ ഫാത്തിഹകൾ നീ കബൂൽ ചെയ്യണേ അല്ലാ. ന്യൂനതകൾ പരിഹരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും നീ അകറ്റി തരണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അവരെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. അവരെ ഖബർ റാഹത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും നാളെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളെ ഹാജത്തുകൾ നിറവേറ്റി തരണേ അല്ലാ. ഞങ്ങളെ കഷ്ടപ്പാടുകൾ അകറ്റി തരണേ അല്ലാ. ഫാത്തിഹ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ ടെൻഷനുകൾ നീ അകറ്റണേ റഹ്മാനെ. കടങ്ങൾ വീട്ടിത്തരണേ അല്ലാ. ഇൻഷാ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിക്കുക. ഇലാഹി അന്ത മഖ്സൂദി വരിലാക മത്ലൂബി. 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 ഇലാഹി أنت مقصودي ورضاك مطلوبي. إلهي 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 أنت مقصودي ورضاك مطلوبي. اللهم اقض حاجاتنا يا قاضي الحاجات. 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 അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ പ്രാർത്ഥനകളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളെ ഹാജത്തുകൾ നിറവേറ്റി തരണേ അല്ലാ. ഞങ്ങളെ സർവ്വ കാര്യങ്ങളും നീ എളുപ്പമാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ സർവ്വ ബുദ്ധിമുട്ടുകളും നീ അകറ്റി തരണേ അല്ലാ. കഷ്ടപ്പാടുകൾ അകറ്റി തരണേ അല്ലാ. ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. പ്രയാസങ്ങൾ
അകറ്റണേ അല്ലാ. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകി സാധുക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് പാവപ്പെട്ട ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, ഉപ്പമാരുണ്ട്. അവരെ നീ പരിഗണിക്കണേ അല്ലാ. അതിനർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവരും കമന്റിൽ ആമീൻ പറയാ. അതുപോലെ തന്നെ നമ്മളെ മജ്ലിസ് മറ്റുള്ള ആളുകളിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക. അവരോടൊക്കെ നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കാൻ പറയണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങളെ മക്കളെയോ പേരക്കുട്ടികളെയോ ദർസ് പഠിപ്പിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ പഠിച്ചൊരു ദർസുണ്ട്. മേലാറ്റൂർ ഭാഗത്ത്, പെരിന്തൽമണ്ണ മേലാറ്റൂർ ഭാഗത്ത്, ഏകദേശം ഒരു കരുവാരുകുണ്ട് ഭാഗത്തായിട്ടാണ് ദർസ് വരിക. ഇൻഷാ അല്ലാഹ് ആർക്കെങ്കിലും ദർസ് പഠിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനുമായി കോണ്ടാക്ട് ചെയ്യണം. എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് എൻ്റെ പിതാവാണ്, ഞാൻ പഠിച്ച ദർസാണ്. മക്കളെ നല്ല ഒരു നിലയിൽ എത്തിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ദർസിലേക്ക് കൊടുന്നാക്കുക. ഇൻഷാ അല്ലാഹ് അവരുടെ സ്കൂൾ ചെലവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുക്കുന്നതാണ്. ചില രക്ഷിതാക്കളുണ്ട് അങ്ങനെ, ചെലവ് അങ്ങനെ കഴിഞ്ഞു പോകുമല്ലോ, സ്കൂൾ ചെലവും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുമല്ലോ, എന്നാൽ പിന്നെ ദർസുക്കണാക്കുക. അങ്ങനെയല്ല. ഇൻഷാ അല്ലാഹ് മക്കൾ നല്ലൊരു ആലിമാകണം, നല്ലൊരു പ്രഭാഷകനാകണം, നല്ല ഒരു സ്വാലിഹായ കുട്ടിയാകണം എന്ന് ചിന്തിക്കുന്ന വല്യപ്പമാരും വല്യമ്മമാരും ഉമ്മമാരും ഉപ്പമാരും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ പേരക്കുട്ടികളെ, നിങ്ങളെ മക്കളെ നമ്മളെ ദർസിലേക്ക് അയക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്ർ നമ്മൾ ചൊല്ലാൻ പോവുകയാണ്. അല്ലാ അല്ലാ എന്ന് പറയുന്ന ദിക്ർ. അല്ലാ 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 എന്ന് പറയുമ്പോൾ നമ്മളെ ഹൃദയം ഇങ്ങനെ പിടപെടക്കണം. അള്ളാഹുവിൻ്റെ പേരിങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾക്ക് ഭയം വരണം. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മളെ ഹൃദയം ഇങ്ങനെ പിടപെടക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാനും അള്ളാഹുവിന് തഖ്വ ചെയ്യാനുമുള്ള മനസ്സ് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. Allah Allah masha Allah la quwwata illa billah 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 Allah Allah masha Allah la quwwata illa
ഇല്ലാ ബില്ലാഹ് അല്ലാഹ് അല്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത 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 ഇല്ലാ ബില്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവേ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്, ഈമാൻ നൽകണേ അല്ലാഹ്, നിനക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്, ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്, വിവാഹപ്രായമെത്തിയ മക്കൾക്ക് നല്ല ഇണകളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്, നല്ല ദാമ്പത്യ ജീവിതം നൽകണേ അല്ലാഹ്, ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങളൊക്കെ നന്നാക്കണേ അല്ലാഹ്, അതിന് ഈ മജ്ലിസ് കാരണമാക്കണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ് 2 ഇസ്മുകൾ കൂടിയ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്ർ നമ്മൾ ചൊല്ലുക. 2 ഇസ്മുകളും നല്ല പവർഫുള്ളായ ഇസ്മുകളാണ്. യാ വഹാബ്, യാ റസാഖ്. നമ്മളെ ഭൗതികമായ പ്രയാസങ്ങളും മാറും, ആഖിറത്തിലെ പ്രയാസങ്ങളും മാറും. അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട 2 ഇസ്മുകളാണ്. യാ വഹാബു യാ റസാഖു യാ അല്ലാഹ്, 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 യാ വഹാബു യാ റസാഖു യാ അല്ലാഹ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അല്ലാഹ് ഈ 2 ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണം റഹ്മാനെ. യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാഹ്. നല്ല ജോലി നൽകല്ലാ, നല്ല വീട് നൽകല്ലാ, ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ലാഹ്, നല്ല ജീവിതം നൽകണേ അല്ലാഹ്, ഈമാൻ നൽകണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മള് തവസ്സുൽ ബൈത്ത് ചൊല്ലിയാണ്, ബദ്രീങ്ങളുമായി തവസ്സുൽ നടത്താൻ പോവുകയാണ്. എല്ലാവരും ആത്മാർത്ഥതയോടെ തവസ്സുലിൽ പങ്കെടുക്കുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, തവസ്സൽനാം ബിസ്മില്ലാഹ് വബിൽ ഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. ചൊല്ല് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, ഇലാഹി സല്ലിമിൽ ഉമ്മ
من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي نهدنا واكشف جميع أذية وصرف مكائد العدا والطوف بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي نافس الكربا عن العاسين والعتبا وكل بلية ووبا بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله فكم من حمية حصلت وكم من ذلة فصلت وكم من نعمة وصلت بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وكم أغنيت ذا العسر وكم أوليت ذا الفقر وكم عافيت ذا البزر بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله لقد لاقت على القلب جميع الأرض مرهبي فأنج من البلاء الصعب بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله أتينا طالب الرفد وجل الخير والسعد فوسع منة الأيدي بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله فلا تردد مع الخيبة بل اجعلنا على الطيبة يا ذا العز والهيبة بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وإن تردد فمن ناتي لنيل جميع حاجاتي يا جال الملمات بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي اغفر واكرمنا بنيل مطالب منا ودف مساءتنا بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي أنت ذو لطف وذو فضل وذو عطف وكم من كربة تنفي بأهل البدر يا الله صلاة الله سلام الله على طه رسول الله
സ്വലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് വസല്ലി അലൻ നബിൽ ബരി ബിലാ ഹദ്ദി വലാ ഹസിരിൻ വആലിൻ സാദത്തിൻ ഗുരി വഅഖിലിൽ ബദ്രി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ, ഈമാൻ നൽകി സാധുക്കളായ നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ, ബദരീങ്ങളെ ബറക്കത്ത് നൽകണേ അല്ലാ, ഈമാൻ സലാമത്താക്കണേ അല്ലാ, ഞങ്ങളെ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി തരണേ അല്ലാ. ഇൻഷാ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ട ഒരു തസ്ബീഹ് നമ്മൾ അല്പം ചൊല്ലാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അല്ലാഹു നമ്മളെ ചൊല്ലിയ തസ്ബീഹ് സ്വീകരിക്കട്ടെ, അതിന് പകരമായി സ്വർഗം നൽകട്ടെ, നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാ, ഖബർ ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ് അഫ്ളലു ദിക്ർ ചൊല്ലുകയാണ്. لا إله إلا الله 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 لا
ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ, ഈമാൻ വർദ്ധിപ്പിച്ചു നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അല്പം സലാത്ത് ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി 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 അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി. അല്ലാഹു സ്വീകരിക്കട്ടെ. മുത്തുനബിയെ സ്വപ്നം കാണാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ചെയ്യാൻ ഭാഗ്യം നൽകണേ റഹ്മാനേ. മുത്തുനബിയുടെ പാത പിൻപറ്റി ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. സ്വപ്നം കാണാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഉണർവിലായി കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇസ്തിഗ്ഫാർ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹ് നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. ഞങ്ങളെ ഇസ്തിഗ്ഫാറുകൾ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ ഈമാൻ സലാമത്താക്കി തരണേ അല്ലാഹ്. ഒരുപാട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത പാവപ്പെട്ട അടിമകളാണ്. ഞങ്ങളെ ഇസ്തിഗ്ഫാറിന്റെ ബർക്കത്ത് കൊണ്ട് പാപങ്ങൾ പൊറുക്കല്ലാ. ഞങ്ങൾ ചെയ്ത തെറ്റുകുറ്റങ്ങളുടെ കാരണത്താൽ ഞങ്ങളെ ശിക്ഷിക്കല്ല അല്ലാ. ഞങ്ങൾ ചെയ്ത തിന്മകളുടെ കാരണത്താൽ ഞങ്ങളെ ഭാര്യ മക്കളെ കുടുംബക്കാരെ നീ പരീക്ഷിക്കല്ല അല്ലാ, ശിക്ഷിക്കല്ല അല്ലാ. ഇൻഷാ അല്ലാഹ് അല്പം ദുആ ചെയ്ത് മജ്‌ലിസ് അവസാനിപ്പിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുശഫീനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ കരുണക്കടലായ രാജാതിരാജനായ പരമദയാലുവായ അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസ് ഞങ്ങൾ ചൊല്ലിയത് ഖബൂൽ ചെയ്യണേ റഹ്മാനേ. സ്വീകരിക്കണേ പടച്ചവനെ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഉമ്മമാര് ഉപ്പമാര്
സഹോദരീ സഹോദരന്മാര് പല പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ് മജ്ലിസിൽ ഇരുന്ന് ദിക്ർ ചൊല്ലുന്നത്, ഖുർആൻ ഓതുന്നത്. ആ ഉദ്ദേശം നിറവേറ്റണേ അല്ലാ, കബൂൽ ചെയ്യണേ അല്ലാ, പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ, ടെൻഷനുകൾ അകറ്റി കൊടുക്കണേ അല്ലാ, ഈമാൻ സലാമത്താക്കണേ അല്ലാ. ഒരുപാട് രോഗികളുണ്ട്, ശിഫ കൊടുക്കണേ അല്ലാ. പല പല അസുഖങ്ങൾ മാറാൻ ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഉമ്മമാര്, ഉപ്പമാര്, സഹോദരന്മാര്, അല്ലാ എന്ത് രോഗമുണ്ടെങ്കിലും നീ ശിഫ കൊടുക്കണേ അല്ലാ. കീറി മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണേ അല്ലാ. ക്യാൻസർ, ഷുഗർ, പ്രഷർ, കാലുവേദന, ഊരവേദന, തലവേദന, കണ്ണുവേദന, ചെവിവേദന, വയറുവേദന, ഗർഭാശയത്തിൽ മുഴം, വൃക്കക്ക് അസുഖം, കിഡ്നിക്ക് അസുഖം, തലച്ചോറിന് പ്രശ്നം, രക്തത്തിന് പ്രശ്നമുള്ള ആളുകൾ എല്ലാം നീ ശിഫയാക്കണേ അല്ലാ. പുറത്ത് പറയാൻ മടിയുള്ള അസുഖമുള്ള ആളുകൾ ശിഫ കൊടുക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ നിന്റെ മഹദ് ഫളിൽ കൊണ്ട്, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാ ആ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണേ റബ്ബേ. എത്രയോ ആളുകൾ കടങ്ങൾ കാരണം പ്രയാസത്തിലാണ്, വിഷമത്തിലാണ്, ആത്മഹത്യയുടെ വക്കില് പോലും എത്തിയിട്ടുണ്ട്. സ്വന്തം വീടും സ്ഥലവും വിൽക്കേണ്ട അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്, നാട് വിടേണ്ട അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എത്ര ഉമ്മമാരാണ്, ഉപ്പമാരാണ് സങ്കടം പറയുന്നത്. കടത്തിനെ തൊട്ട് കാക്കണേ അല്ലാ, ഞങ്ങളെ കടക്കാരാക്കല്ല അല്ലാ. കടമെന്ന മുസീബത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. കടമുള്ളവർക്ക് അത് വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. വീടില്ലാതെ കഷ്ടപ്പെടുന്ന എത്ര ആളുകളാണ്. ഇപ്പോഴും വാടക വീട്ടിൽ കഴിയുന്ന ആളുകൾ, ഓലമേഞ്ഞ വീട്ടിൽ കഴിയുന്ന ആളുകൾ, നല്ല വീട് കൊടുക്കല്ല, ഉദ്ദേശിച്ച വീട് കൊടുക്കല്ല. തുടങ്ങിയവർക്ക് പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് കൊടുക്കണേ അല്ലാ. എല്ലാ തടസ്സങ്ങളും നീക്കി കൊടുക്കണം പടച്ചോനെ. പടച്ചവനെ, എത്ര മക്കളാണ് വിവാഹപ്രായമെത്തി ശരിയാവാതെ പ്രയാസപ്പെടുന്നത്. ആ മക്കൾക്കൊക്കെ നല്ല ഇണകളെ കൊടുക്കല്ല, നല്ല വിവാഹ ജീവിതം കൊടുക്ക് റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കല്ല, മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കല്ല. ഞങ്ങളെ മക്കളെ സ്വഭാവങ്ങൾ നന്നാക്കണേ റഹ്മാനെ. എത്ര മക്കളാണ് ലഹരിക്ക് അടിമപ്പെട്ട്, മയക്കുമരുന്നിന് അടിമപ്പെട്ട് അതാ മോശമായി പോകുന്നത്. അത്തരം സ്വഭാവങ്ങളെ തൊട്ട്, ദുഷിച്ച ശീലങ്ങളെ തൊട്ട് ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാ. നല്ല സൽമാർഗത്തിലൂടെ സഞ്ചരിക്കാനുള്ള മനസ്സും തൗഫീക്കും കൊടുക്കല്ല. മക്കൾക്ക് പഠിച്ച ജോലി കൊടുക്കണേ റഹ്മാനെ. പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നൽകണേ അല്ലാ. നല്ല ബുദ്ധികൂർമ്മത നൽകണേ അല്ലാ. ഈമാനും അച്ചടക്കവും സൽസ്വഭാവവും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ, അവർക്ക് ഉദ്ദേശിച്ച ജോലി കൊടുക്കല്ല. പഠിച്ച മക്കൾക്ക് ഉദ്ദേശിച്ച പഠിച്ച ജോലി കൊടുത്ത് റഹ്മാനെ അനുഗ്രഹിക്കണം റഹ്മാനെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുത്തല്ല അല്ലാ, ജോലിയില്ലാതെ ഒരാളെയും കഷ്ടപ്പെടുത്തല്ല അല്ലാ. പടച്ചവനെ, എത്ര ഭാര്യ ഭർത്താക്കന്മാരാണ് ഭർത്താവിന്റെ ദുസ്വഭാവം, ഭാര്യയുടെ ദുസ്വഭാവം കാരണം പ്രയാസപ്പെടുന്നവർക്കൊക്കെ നല്ല ജീവിതം കൊടുക്കല്ല, സൽസ്വഭാവം കൊടുക്കല്ല. മോശമായ സ്വഭാവങ്ങൾ അകറ്റി കൊടുത്ത് നല്ല ഐക്യത്തോടെ, അന്തസ്സോടെ, റാഹത്തോടുകൂടെ ഹാപ്പിയായി ജീവിക്കാനുള്ള ഭാഗ്യവും അവസരവും കൊടുക്കല്ല. അർഹമുറാഹിമീനായ രാജാതിരാജനായ അല്ലാഹ്, ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട് പോറ്റി വളർത്തിയ കഷ്ടപ്പെട്ട ഞങ്ങളെ മാതാപിതാക്കള്, അതേ ഞങ്ങളെ ഭാര്യ ഭർത്താക്കന്മാര്, അതുപോലെ തന്നെ ഞങ്ങളെ മക്കള്, ഞങ്ങളെ കുടുംബക്കാര്, ജ്യേഷ്ഠന്യന്മാര്, അനിയത്തിമാര്, ജ്യേഷ്ഠത്തിമാര്, അവരെ ഭാര്യ ഭർത്താക്കന്മാര്, കുടുംബക്കാര്, ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ, അയൽവാസികൾ, കൂട്ടുകാര്, മുത്തുമുഅ്മിനീങ്ങളുണ്ട് പടച്ചോനെ. അതുപോലെ തന്നെ ഞങ്ങളെ വല്ലുമ്മമാര്, ഭക്ഷണം തന്ന ആളുകൾ, ഈ മജ്ലിസ് കാണുന്ന ആളുകളുണ്ട്, കൂട്ടുകാര്, സ്നേഹിച്ചവര്, അല്ലാഹ് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും കൊടുക്കല്ലാ. അതിന് ഈ മജ്ലിസ് കാരണമാക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളുടെ ബർക്കത്ത് കൊണ്ട്, ഞങ്ങൾ മഹാന്മാരെ പേര് പറഞ്ഞിട്ടുണ്ട്, ആ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട്, ഫാത്തിഹ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കല്ലാ. ഞങ്ങളെ ഹാജത്തുകൾ നിറവേറ്റി തരണേ അല്ലാ. ഞങ്ങൾക്ക് 5 വക്ത് നിസ്കരിക്കാനുള്ള മനസ്സ് നൽകണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് കൊടുക്കല്ലാ. ഞങ്ങളെ കുടുംബക്കാർക്ക് നൽകി
നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇബാദത്ത് ചെയ്യാനുള്ള മടികളെ തൊട്ട് കാക്കല്ല, ഞങ്ങളെ സ്വഭാവം നന്നാക്കല്ല, ആ ബറക്കത്ത് നൽകണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കല്ല, സിഹ്ർ കണ്ണേറുകളെ തൊട്ട് മാരണത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കല്ല, സുയാലുക്കളെ തൊട്ട് കാക്കല്ല. പടച്ചവനെ പൈശാചികമായ ശർറിനെ തൊട്ട് കുഫറിനെ തൊട്ട് കാക്കണം ഞങ്ങളെ. ഞങ്ങളെ ഭക്ഷണത്തിൽ വിശാല നൽകല്ല, ദാരിദ്ര്യത്തിനെ തൊട്ട് കാക്കല്ല. ഞങ്ങളെ എല്ലാ മേഖലയിലും ബർക്കത്തും നിന്റെ കാവലും നിന്റെ സഹായവും നിന്റെ സംരക്ഷണവും നൽകണേ റഹ്മാനെ. ആഫത്ത് മുസീബത്ത് പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാത്തോളണേ റഹ്മാനെ. ഒരുപാട് കാലം രോഗശയിൽ കടക്കേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടുപോയ ഖബർ വിശാലമാക്ക്, സ്വർഗമാക്ക്, സന്തോഷത്തിലാക്ക്, റാഹത്തിലാക്കി കൊടുക്കല്ല. അവർക്കും ഞങ്ങൾക്കും നാളെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ അല്ല. ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ല. നരകത്തിനെ തൊട്ട് കാക്കല്ല. അർശിന്റെ തണലും ഹൗദുൽ കൗസറും നൽകണേ റഹ്മാനെ. മുത്തുനബിയെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും റജിയാല തൗഫീഖ് നൽകണേ അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുത്തവരുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലാ. മുഅ്മിനീങ്ങൾക്ക് റാഹത്ത് നൽകണേ അല്ലാ. اللهم ارحم أمة سيدنا محمد صلى الله عليه وسلم. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. إن شاء الله ഇന്നത്തെ മജ്ലിസ് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ഉച്ചക്ക് 1 മണിക്ക് നല്ല ഒരു അടിപൊളി വിഷയവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അതിലും എല്ലാവരും പങ്കെടുക്കുകയും ആ വിഷയം പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ആരും മറക്കണ്ട. നിങ്ങളെ മക്കളെയോ പേരക്കുട്ടികളെയോ ദർസ് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമാണ്, അല്ലാതെ അവരെ ചെലവ് കഴിഞ്ഞു പോകും അങ്ങനെയല്ല. നിങ്ങൾക്ക് പഠിക്കാൻ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ പഠിച്ച എൻ്റെ പിതാവ് മുദരിസായ ഉസ്താദായ ദർസിൻ്റെ അതിലേക്ക് നിങ്ങളെ മക്കളെ നിങ്ങൾ പറഞ്ഞേക്കണം. നിങ്ങളെ മക്കളുടെ സ്കൂൾ ചെലവും മറ്റുള്ള ചെലവുകളൊക്കെ നമ്മൾ എടുക്കുന്നതാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മളെ മക്കളൊക്കെ ആലിമീങ്ങളാക്കട്ടെ. നമ്മളെ മക്കളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉഖ്റവിയായ പണ്ഡിതന്മാരാക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിൽ നമ്മൾക്ക് ഉപകാരപ്പെടുന്ന മക്കളാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.